ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സോളമൻ അടാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇന്നലെ നമ്മൾ വീടിൻ്റെ ഉൾവശം കണ്ടു. മറ്റേ ഇന്നയാളുടെ പേര് നമ്മൾ പറയില്ലേ, കൊച്ചിങ്ങനി പറഞ്ഞ പോലെ അസന. എന്നാലും അവർ പിള്ളേർ ഉമ്ര കാണിച്ചു. നാളെ ഒരു പരപ്പുറം കാണിക്കില്ലേ എന്ന് പറയണ ഒരു സംഭവം ഉണ്ടല്ലോ. അത് നമ്മൾ നോക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ കൊട്ടാരമാണ്. രാജകൊട്ടാരത്തിൻ്റെ ഒരു രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാരണം അത്രയ്ക്കും പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ വഴിയല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ അത് സുകുമാർ അഴീക്കോട് പറയുകയാണെങ്കിൽ, ഈ എന്തെന്ന് പറയുക, വളരെ ഈ പ്രകൃതിയിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ മാസ്മരികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ നിഗൂഢതകളിലൂടെ കടന്നു പോകുവാൻ പറ്റില്ല. അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ എല്ലാവർക്കും അത് പ്രാപ്യമാകുന്ന ഒരു കാലത്തേക്കൂടെയല്ല പോകുന്നത്. ഇല്ലേ, കുറച്ചും കൂടി വളരെ ഭംഗിയായിട്ട് ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ പറ്റാവുന്ന വിധത്തിലൊക്കെ അത് വളരെ മനോഹരമായിട്ട് കണ്ട വലിയ വലിയ കുടീശ്വരന്മാരുടെ വീട്ടിൽ കാണുന്ന ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സംഭവമാണ് ഇത്. നമ്മുടെ ഗഡി ഇവിടെ ഉണ്ട്. കൂടെ തന്നെ മഞ്ഞ നമ്മുടെ ഒരു ഫേവററ്റാണ്. ഇതാണ് ഈ പാലസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടേക്ക് കിടക്കുമ്പോഴേ നമ്മുടെ ഒരു വർക്ക്ഷോപ്പാണ്. ഇവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ട്, ലവ് ബേഡ്സാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ, ഇവിടെ കുറച്ച് സൂചിമോൻ പൊൻകിളിയില്ലേ, അവർ വന്ന് ഇതിൻ്റെ ഉള്ളിൽ വാസാക്കി. കുറച്ച് ദിവസമായിട്ട് അവർ പോകണില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പോകണേ പൊക്കോ. ഇപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം. ഇതാ അവിടെ ഒരാളിരിക്കുന്നുണ്ട്, രണ്ടാളുണ്ടായില്ല. അപ്പോൾ അവർ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്കെന്താ പ്രശ്നം? തുറന്നു വിട്ടിട്ട് പോയില്ല. നമ്മുടെ വീണ്ടും വളർന്നു വരുന്നുള്ളൂ. ഗപ്പികൾ കുറേ ഉണ്ടായിരുന്നു. അത് നാട്ടുകാർ വരുമ്പോൾ കൊണ്ടുപോകണം പറയുമ്പോൾ അവർ കൊണ്ടുപോയി നമ്മളോട് ഇല്ലുണ്ട്. ഇതിനപ്പുറത്ത് നമ്മുടെ കല്യാൺ സ്വാമിയുടെ സ്ഥലമാണ്. അവർ ഫാമുണ്ട് അവിടെ. കല്യാൺ സ്വാമിയുടെ ഫാം തൊട്ടപ്പുറത്താണ്. അതിൻ്റെ നൈബറാണ് ഇത്. എൻ്റെ അലക്കുകല്ലാണ്. ഇതിലാണ് ഞാൻ നമ്മുടെ മറ്റു കുറച്ച് മത്സ്യങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ ഒരു മണിയുണ്ട് ഇവിടെ, ബെൽ. നമ്മൾ കടമറ്റത്ത് പോയപ്പോൾ കിട്ടിയതാണ്. ഉണ്ടോ, ഈ മണിയാണ്. കടമറ്റത്ത് കത്തനാര അവിടെ നിന്ന് പോയപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഓട്ടം പോയതാണ്. അപ്പം അവിടെ ഇതിൻ്റെ ഒരു ഇതൊക്കെ തോന്നിച്ചു. വീണ്ടും